been walking heartache. I've made a mess of me. The person that I've been lately ain't who I wanna be. But you stay here right beside me. Watch as the storm goes through, and I need you. 'Cause God gave me you for the ups and downs. God gave me you for the days of doubt. For when I think I've lost my way, there are no words here left to say it's true. God gave me you. Gave me you. There's more here than what we're seeing. Divine conspiracy that you, an angel lovely, could somehow fall for me. You'll always be love's great martyr. I'll be the flattered fool, and I need you. Yeah, God gave me you for the ups and downs. God gave me you for the days of doubt. For when I think I lost my way, there are no words here left to say it's true. God gave me you. On my own I'm only half of what I could be. I can't do without you. We are stitched together, and what love has tethered, I pray we never undo. 'Cause God gave me you for the ups and downs. God gave me you for the days of doubt. Oh, God gave me you for the ups and downs. God gave me you for the days of doubt. for when I think I've lost my way, there are no words here left to say it's true. God gave me you. Gave me you. He gave me you. God gave me you for the days of doubt. Oh, God gave me you for the ups and downs. God gave me you for the days of doubt. for when I think I've lost my way, there are no words here left to say it's true. സ്തോത്രം സ്തോത്രം എല്ലാവരും ചേർന്ന ദൈവത്തിന് സ്തോത്രം 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 ഈ നല്ല സന്തോഷ ദിവസത്തിനായി സ്തോത്രം 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 ഹല്ലേലൂയ സ്തോത്രം 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 സ്തോത്രം
നാം ദൈവത്തിന് സ്തോത്രം പറയുന്നു. അത് വലിയ നിഗൂഢ വാക്കുകളൊന്നുമല്ല. നന്ദി എന്നുള്ളതിൻ്റെ ഒരു വാക്കെന്നേ ഉള്ളൂ. നന്ദി എന്ന് പറയുന്നതേ ഉള്ളൂ. ഇവിടെ നമുക്ക് എല്ലാവർക്കും നന്ദി പറയാം. ഈ സ്തോത്രം പറയാൻ ആർക്കെങ്കിലും മടിയുണ്ടെങ്കിൽ നന്ദി എന്ന് പറയാം. ദൈവജന ഉപകാരങ്ങൾക്കായി ചേർന്ന് സ്തോത്രം. നമുക്കെല്ലാവർക്കും ദൈവം നല്ലവനാണ്. ദൈവം നമുക്ക് നന്മകളെല്ലാം ചെയ്ത് നമ്മെ നടത്തുന്നു, നമ്മുടെ ആവശ്യങ്ങളിൽ നിറവേറ്റുന്നു. ഇവിടെ ഇരിക്കുന്ന, ഇവിടെ കൂടി നിൽക്കുന്ന എല്ലാവർക്കും ഇതുവരെ ദൈവം ചെയ്ത എല്ലാ ഉപകാരങ്ങൾക്കായി നന്ദിയോടെ സ്തോത്രം. പ്രത്യേകിച്ച് റോൺസിക്ക് കർത്താവ് നല്ലവനായി കൂടെയുള്ളതിനാൽ സ്തോത്രം ചെയ്യാം. ദൈവത്തെ അറിഞ്ഞ് ആരാധിക്കുന്ന ദൈവഭക്തിയുള്ള ഒരു കുടുംബത്തിൽ വളരുവാനുള്ള ഭാഗ്യം, ഇതൊരു വലിയ ഭാഗ്യമാണ്. ദൈവം അവൾക്ക് നൽകി. അവൾക്ക് അങ്ങനെ തന്നെ വളരുവാൻ കർത്താവ് ഭാഗ്യം നൽകി. ദൈവഭക്തിയുള്ള കുടുംബത്തിൽ ജീവിച്ചാലും ദൈവഭക്തിയോടുകൂടെ വളരുക എന്നുള്ളതൊരു വലിയ ഭാഗ്യമാണ്. ദൈവം സഹായിച്ചതിനാൽ സ്തോത്രം ചെയ്യാം. തിരിച്ചറിവായ നാൾ മുതൽ തന്നെ തിരുവചനങ്ങളെ പഠിച്ച് ദൈവത്തെ ആരാധിക്കുന്ന കൂട്ടത്തിൽ പങ്കെടുത്ത് ദൈവഭക്തിയെ മനസ്സിലാക്കി ജീവിച്ച് വളരുവാൻ കർത്താവ് അവളെ സഹായിച്ചതിനാൽ സ്തോത്രം. ആരോഗ്യമുള്ള ശരീരം നൽകി കർത്താവ്. അതുപോലെ ആ നല്ല ആവശ്യത്തിനുള്ള വിദ്യാഭ്യാസം നൽകി തിരുഹിതം പോലെ കർത്താവോടെ നടത്തിക്കൊണ്ടിരിക്കുന്നു. അതിനായി ചേർന്ന് സ്തോത്രം. ഇതുവരെ ആവശ്യമായതെല്ലാം നൽകിയ ദൈവം മുന്നോട്ടുള്ള ജീവിതത്തിന് വേണ്ടതെല്ലാം കരുതിയതിനാൽ സ്തോത്രം ചെയ്യാം. മാതാപിതാക്കൾ തുണയായിരുന്നു. എന്നാൽ ഇനിയുള്ള യാത്രയിൽ അത് പോരാ. ദൈവം തക്ക തുണയെ ഒരുക്കിയതിനാൽ സ്തോത്രം ചെയ്യാം. ആലോചനയിൽ വലിയവനായ ദൈവം ദൈവഹിത പ്രകാരം ഇങ്ങനെ ഒരു ആലോചന കർത്താവ് നൽകി കൊണ്ടുവന്നതിനാൽ സ്തോത്രം ചെയ്യാം. ഇനിയും കൂടി ബാക്കിയുള്ളതായ കാര്യങ്ങളെല്ലാം നമുക്ക് പ്രിയപ്പെട്ടവർ ആലോചിച്ച് തീരുമാനിക്കുവാൻ കർത്താവ് സഹായിച്ചു. അതിനായി ചേർന്ന് സ്തോത്രം ചെയ്യാം. വിവാഹ നിശ്ചയം ഔപചാരികമായി നമ്മൾ നടത്തുകയാണ്. ആ ശുശ്രൂഷയെ കർത്താവ് അനുഗ്രഹിക്കേണ്ടതിനായി സ്തോത്രം ചെയ്യാം. നിശ്ചയത്തിനായി കടന്നു പോകുവാൻ നമ്മളിവിടെ കൂടിയിരിക്കുന്നു. കർത്താവ് നമ്മെ കൂട്ടിവരുത്തി നമ്മുടെ നടുവിൽ കർത്താവിന്റെ തേജസ്സേറിയ സാന്നിധ്യമുള്ളതിനാൽ സ്തോത്രം ചെയ്യാം. ഓഡിറ്റോറിയത്തിൽ കൂടി വരേണ്ടവരെല്ലാം തക്ക സമയത്ത് ദൈവം കൊണ്ടുവരേണ്ടതിനായി സ്തോത്രം. ശുശ്രൂഷയ്ക്ക് നേതൃത്വം വഹിക്കുന്ന നടത്തിപ്പുകാരായ വിശുദ്ധന്മാർ കർത്താവ് കൊണ്ടുവരാനും ശുശ്രൂഷയിൽ പങ്കെടുക്കേണ്ട ശുശ്രൂഷകർ, ദൈവമക്കൾ, നമ്മുടെ സ്നേഹിതർ, ചാർച്ചക്കാർ, അയൽക്കാർ എല്ലാവരും തക്ക സമയത്ത് അവിടെ എത്തേണ്ടതിനായി സ്തോത്രം. എല്ലാം നന്മയ്ക്കായും നന്നായും ഭംഗിയായും ചെയ്യുന്ന ദൈവമാകയാൽ അനുഗ്രഹമായി നടത്തി തരേണ്ടതിനായി സ്തോത്രം.
നടക്കാനിരിക്കുന്ന കാര്യങ്ങൾക്കും നമ്മൾ നന്ദി പറയുന്നത്. ദൈവം അത് നടത്തിത്തരുമെന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ നമ്മൾ മുൻകൂട്ടി നന്ദി പറയുക. എല്ലാവരും വേണ്ടി ചേർന്ന് സ്തോത്രം ചെയ്യാം. വിരുദ്ധ സൽക്കാരത്തെ ദൈവം അനുഗ്രഹിക്കേണ്ടതിനായി എല്ലാം ദൈവം ഭംഗിയായി ചെയ്തു തരേണ്ടതിനായി എല്ലാ കാര്യങ്ങളും ദൈവനാമത്തിന് മഹത്വമാക്കി തീർക്കേണ്ടതിനായി പരിശുദ്ധ പിതാവേ, നന്ദിയോടെ സ്തുതിക്കുന്ന വാഴ്ത്തുന്നേ കർത്താവേ. അനുഗ്രഹിക്കപ്പെട്ട ഈ രാവിലെ സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്ന കർത്താവേ, സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് ഞങ്ങൾ ഇവിടെ കൂടിയിരിക്കുന്ന ഉദ്ദേശമൊക്കെയും എൻ്റെ ദൈവം അറിയുന്നതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്ന കർത്താവേ, സ്തോത്രം ചെയ്യുന്നു. ഈ ഭവനത്തെ ദൈവം സ്നേഹിച്ചു കർത്താവ്. ഇത്രത്തോളം കർത്താവേ, വഴികളും വാതിലുകളും എല്ലാം ദൈവം തുറന്നു കൊടുത്തു. ദൈവത്തെ പിൻപറ്റുവാനും ദൈവികാലോചന പ്രകാരം മുന്നേറുവാനും കർത്താവേ, പ്രിയ കുടുംബത്തിന് ദൈവം സഹായിച്ച നിന്റെ വൻകൃപകൾക്കായി സ്തോത്രം ചെയ്യുന്നു. ലോകത്ത് കിട്ടാത്ത ഭാഗ്യവും പദവിയും പ്രത്യാശയും എൻ്റെ ദൈവം നൽകി കൊടുത്തു കർത്താവേ. ആലോചനയിൽ വലിയവനായി, പ്രവൃത്തിയിൽ ശക്തിമാനായി ദൈവം കൂടെയിരുന്ന് വഴി നടത്തിയ നിന്റെ വൻകൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. പ്രിയ റോയ്ക്കും കുടുംബത്തിനുമായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ, സ്തോത്രം ചെയ്യുന്നു. അവർക്ക് ദാനമായ 2 കുഞ്ഞുങ്ങളെ നൽകി കൊടുത്തു കർത്താവേ. അവരെ ദൈവഭയത്തിലും അനുസരണത്തിലും വളർത്തിക്കൊണ്ടുവരുവാൻ പ്രിയ മാതാവ് പിതാവിനും കൃപ കൊടുത്തതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു കർത്താവേ, സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് ഇന്നത്തെ വിവാഹ ആലോചനയുടെ പ്രകാരം ഇന്ന് ഉറപ്പീരിന് വേണ്ടി ഞങ്ങൾ കടന്നു പോകുന്നു. ദൈവ സാന്നിധ്യം കൂടെ ഇരിക്കണമേ കർത്താവേ. വിശുദ്ധന്മാരെയെല്ലാം അതിന് ദൈവ കൃപ കൊടുത്ത് അവരെ നടത്തേണ്ടതിനായി ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു കർത്താവേ, സ്തോത്രം ചെയ്യുന്നു. പല സ്ഥലങ്ങളിൽ നിന്ന് അവിടെ കടന്നു വരുന്ന പ്രിയപ്പെട്ടവർ വാഹനയാത്രയിൽ എല്ലാം ദൈവ സാന്നിധ്യം കൂടെ ഇരുന്ന് സൂക്ഷിപ്പിൽ ദൈവം വെച്ചുകൊള്ളേണ്ടതിനായി ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു കർത്താവേ, സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് കർത്താവേ, പ്രിയ മകളുടെ ജീവിതത്തിൽ പൈതൽ പ്രായം മുതൽ ഇതുവരെയും ദൈവം നടത്തി കർത്താവിനെ പിൻപറ്റി ജീവിച്ചതിന്റെ ഫലമായി തക്കതായ ഒരു തുണയെ ദൈവം നൽകി കൊടുത്തതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്ന കർത്താവെ, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, മുന്നോട്ട് ജീവിക്കേണ്ടുന്ന വഴികൾ ദൈവം കാണിച്ചു കൊടുക്കണമേ. കുടുംബജീവിതത്തിന് വേണ്ടുന്ന ആവശ്യമായ ദൈവത്തിന്റെ കൃപ ദൈവം നൽകി കൊടുക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഇരു കുടുംബങ്ങൾക്കും ഏറ്റവും അനുഗ്രഹമായി കാണപ്പെടുവാൻ എന്റെ ദൈവം സഹായിക്കേണ്ടതിനായി ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്ന കർത്താവെ, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പോൽ കാലം കർത്താവെ, ഞങ്ങൾ ഒരുമിച്ചിവിടെ തലവണക്കിയിരിക്കുന്നു. യഥാർത്ഥമായ ദൈവത്തെ പിൻപറ്റിയിട്ടില്ലാത്ത ആരെങ്കിലും ഇവിടെ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ദൈവം അത്ഭുതകരമായി അവരോട് സന്ദർശിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഇവിടെ ഇങ്ങനെ ഒരു വിവാഹ നിശ്ചയം ചെയ്യുന്നത് പോലെ ദൈവമായിട്ട് കർത്താവെ ഒരു വിവാഹ നിശ്ചയം ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉണ്ടാകുവാൻ ദൈവം സഹായിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു കർത്താവെ, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ മുറ്റുമായി താഴ്ത്തി ഏൽപ്പിക്കുന്നു. തിരുനാമ സകലത്തിൽ മഹത്വപ്പെടുത്തും. നിന്റെ വരവിനായി ഞങ്ങളെ ഒരുക്കും. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ദൈവോടുന്ന സഹായിച്ചനാണ് നന്ദിയോടെ സ്തോത്രം പ്രാർത്ഥിക്കുന്നു. ബാല്യം മുതൽ അവളുടെ ആശ്രയമായ ദൈവത്തിലേക്ക് വഴി നടത്തിയല്ലോ. വിദ്യാഭ്യാസ കാലങ്ങളിലെല്ലാം ദൈവം കൂടിയിരുന്നല്ലോ. അതൊക്കെ സമയത്ത് ജോലി കൊടുക്കുവാനും ദൈവമേ സ്തോത്രം ഇതുവരെയും ദൈവകൃപയിൽ ജീവിക്കാനൊക്കെ സഹായിച്ചല്ലോ. മനസ്സാന്തരപ്പെടുവാൻ, സ്നാനപ്പെടുവാനും വിഷയം പ്രാപിപ്പാൻ വിശുദ്ധന്മാരുടെ കൂട്ടായ്മയിൽ നിലനിൽപ്പാൻ തക്കണം ദൈവം സഹായിച്ചോർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട മാതാപിതാക്കൾ വളർത്തപ്പെടുവാൻ കൊണ്ടതിൻ്റെ മോളെ സഹായിച്ചനാ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇതൊക്കെ സമയത്ത് വിവാഹ ആലോചനകൾ വന്നല്ലോ. കർത്താവ് അത് ധാരണയിലെത്തുവാൻ ഇന്നേ ദിവസം അത് വിശുദ്ധന്മാരാൽ ഉറപ്പിക്കുവാൻ തൊക്കണം തീരുമാനിച്ചിരിക്കുന്നല്ലോ. കർത്താവ് ഇതൊക്കെ സമയത്ത് ദൈവം അതെല്ലാം ഭംഗിയായി ചെയ്യേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഇരു കുടുംബങ്ങൾക്ക് കർത്താവിൻ്റെ കുഞ്ഞുങ്ങളാശ്വാസവും അനുഗ്രഹമായി കാണപ്പെടുവാൻ തൊക്കണം ദൈവം സഹായിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. എല്ലാ കാര്യങ്ങളും ദൈവം തന്നെ ഭാരമേറ്റ് നടത്തി മഹത്വമാക്കി തീർക്കേണ്ടതിനായി പ്രാർത്ഥിച്ച് ഓരോരുത്തരെയും തൃക്കലങ്ങൾ താഴ്ത്തി ഏൽപ്പിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ. സ്തോത്രം. ഇത്രത്തോളെല്ലാം ഭംഗിയായി ചെയ്തു. വിവാഹ നിശ്ചയത്തിനായി ഞങ്ങൾ കടന്നു പോകും. ചെയ്ത എല്ലാ ഉപകാരങ്ങൾക്കായി സ്തോത്രം. ഇനിയും കർത്താവ് ശുശ്രൂഷകളെല്ലാം അനുഗ്രഹമാക്കണം. വിരുദ്ധ സർക്കാരുമെല്ലാം കർത്താവ് കുറവുകൾ കൂടാതെ നടത്തിക്കണം. കർത്താവെ റോൺസിക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ സ്തോത്രം. ഒരു പുതിയ ജീവിതത്തിനായുള്ള കർത്താവെ എല്ലാ കാര്യങ്ങളിലും ദൈവരെ സഹായിച്ചു. വിവാഹ നിശ്ചയം ദൈവം നടത്തും. കർത്താവെ സ്തോത്രങ്ങളുടെ മകളെ ഒരു നല്ല ജീവിതത്തിനായി ദൈവം ഒരുക്കണമേ. നിയുക്തവരനെയും കുടുംബത്തെയും തക്ക സമയത്ത് കർത്താവ് തടസ്സങ്ങൾ മാറ്റി കൊണ്ടുവരേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ സ്തോത്രം. ഇതെല്ലാം കർത്താവെ ഞങ്ങൾ ചെയ്യുന്നതെല്ലാം പ്രതീകാത്മകമായ കാര്യങ്ങളാണല്ലോ. എന്നാൽ ഒരു പൊരുളായ കാര്യമുണ്ട്. ഞങ്ങളെ സ്നേഹിച്ച് ഞങ്ങൾക്കായി ജീവൻ തന്ന കർത്താവ്, ഞങ്ങളെ കർത്താവെ സ്തോത്രം രക്ഷിച്ചവൻ, ഞങ്ങളെ അങ്ങയുടെ അരുമണവാട്ടിയായി തന്റെ സന്നിധിയിൽ ചേർക്കുവാൻ തേജസ്സിൽ വരും.
കർത്താവെ സ്തോത്രത്തിനായിട്ട് കർത്താവെ ഞങ്ങളെ സ്നേഹിച്ച് രക്ഷിച്ച് പരിശുദ്ധാത്മാഭിഷേകത്താൽ അങ്ങേക്കായിട്ട് അവിടുന്ന് വിവാഹ നിശ്ചയം ചെയ്തതിനാൽ സ്തുതിക്കുന്ന കർത്താവെ സ്തോത്രം. ഇന്നിവിടെ കൂടി വരുന്നവരും കർത്താവെ അനുഭവങ്ങൾ പ്രാപിച്ച് കർത്താവിൻ്റെ വരവിനായിരുന്നുവാൻ സഹായിക്കണമേ. ഞങ്ങളുടെ യാത്രയിൽ കർത്താവ് കൂടിയിരിക്കണം. ഞങ്ങളെല്ലാം സുരക്ഷിതമായി ഇവിടെ എത്തുവാൻ സഹായിക്കണമേ. കർത്താവെ നീക്തവരെയും കുടുംബത്തെയും അവിടെ നിന്ന് വരേണ്ട എല്ലാ പ്രിയപ്പെട്ടവരെയും തടസ്സങ്ങൾ മാറ്റി സുരക്ഷിതമായി ദൈവം അവിടെ കൊണ്ടുവരണമേ. ഈ ദിവസം മുഴുവൻ ദൈവം ഞങ്ങൾക്ക് അനുകൂലമായിരിക്കുന്നത് ഞങ്ങൾക്ക് കണ്ടനുഭവിപ്പാൻ സഹായിക്കണം. എല്ലാവരെയും നിന്റെ രാജ്യത്തിനായി ഒരുക്കണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവേ സ്തോത്രം ചെയ്യാം. ദൈവത്തിനായി സ്തോത്രം. Today, and we won't be quiet.
ഇപ്പോൾ പ്രാർത്ഥനയോടുകൂടെ ശുശ്രൂഷ ആരംഭിക്കുകയാണ്. നമുക്കെല്ലാവർക്കും ഒരു നിമിഷം എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥനയിൽ സഹകരിക്കാം. ഇന്നു നിൻ സന്നിധിയിൽ അടിയാർക്കു വന്നു ചേരുവതിനാം, ഇന്നു നിൻ സന്നിധിയിൽ അടിയാർക്കു വന്നു ചേരുവതിനായി തന്നാലിൻ ഉന്നതമാം കൃപയ്ക്കതി വന്ദനം ചെയ്തിടുന്നു. തന്നാലിൻ ഉന്നതമാം കൃപയ്ക്കതി വന്ദനം ചെയ്തിടുന്നു. വന്ദനം യേശുപരാം നിനക്കെന്നും വന്ദനം യേശുപരാം. വന്ദനം യേശുപരാം നിനക്കെന്നും വന്ദനം യേശുപരാം. വന്ദനം ചെയ്യുന്നു നിന്നടിയാർത്തിരു നാമത്തിലാദരവാൻ തന്നെ ചെയ്യുന്നു നിന്നടിയാർത്തിരു നാമത്തിനാദരവാൻ. സ്തോത്രം സ്തോത്രം സ്തോത്രം. നമ്മുടെ കർത്താവ് പല സ്ഥലങ്ങളിലായിരുന്ന നമ്മെ ഒരുമിച്ച് ഈ ഓഡിറ്റോറിയത്തിലേക്ക് കൊണ്ടുവന്നതിനായി നമുക്ക് ചേർന്ന് ദൈവത്തിൻ്റെ മഹത്വം കൊടുത്ത് സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. നാം ദൈവസന്നിധിയിൽ ഇപ്പോൾ കൂടി വന്നതിനാൽ നമ്മെ അനുഗ്രഹിക്കുന്നവനായ ദൈവം, നമ്മെ സ്നേഹിക്കുന്നവനായ കർത്താവ് തൻ്റെ അതിർച്ചാദൂത സഞ്ചയത്തോടുകൂടെ നമ്മുടെ മധ്യയെ കടന്നു വന്നിരിക്കുന്നത് കൊണ്ട് വീണ്ടും നന്ദിയുള്ള ഹൃദയത്തോടെ കർത്താവിന് മഹത്വം കൊടുത്ത് സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. ഇന്ന് നാം ഇവിടെ കടന്നു വന്നതിൻ്റെ ഉദ്ദേശം നമ്മുടെ കർത്താവ് അറിയുന്നു. ദൈവമെല്ലാം അതതിൻ്റെ സമയത്ത് ഭംഗിയായി ചെയ്യുന്ന ദൈവം ഇന്നേ ദിവസവും ഈ വിധത്തിൽ ഒരുക്കി തന്നതിനാൽ നമുക്ക് കർത്താവിന് മഹത്വം കൊടുത്ത് സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. ഇന്നേ ദിവസം വിവാഹം നിശ്ചയിക്കപ്പെടുവാൻ പോകുന്ന സഹോദരങ്ങൾ ഇരുവരുടെയും ജനനം തുടങ്ങി ഈ ദിവസം വരെയും കർത്താവ് കൂടെ ഇരുന്നു. ജീവിതത്തിൽ അവർക്ക് വിവാഹപ്രായമായപ്പോൾ വിവാഹത്തിന് വേണ്ടി ആഗ്രഹിച്ചു, പ്രാർത്ഥിച്ചു. അതിന് തക്കതായ ആലോചനകൾ വരുവാനും ഇന്നേ ദിവസം അവരുടെ വിവാഹത്തെ ആലോചിച്ച് തീരുമാനിച്ചുറപ്പിക്കുവാനും നാം വന്നിരിക്കുന്നു. ആലോചനയിൽ വലിയവനായ ദൈവം, പ്രവൃത്തിയിൽ ശക്തിമാനായ കർത്താവ് വേണ്ട ആലോചനകൾ നൽകിയും പ്രവൃത്തിയിൽ ശക്തിമാനായ കർത്താവ് വേണ്ടതായ എല്ലാ പ്രവൃത്തികളും ചെയ്ത് ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടുത്തണം. അതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. അവർ ഇരുവരെയും കർത്താവ് ഇത്രത്തോളം പരിപാലിച്ചു. അവർക്ക് വേണ്ടതായ നന്മകൾ അനുഗ്രഹങ്ങളൊക്കെ നൽകി, വിദ്യാഭ്യാസം നൽകി, ജോലി നൽകി. അതിനെല്ലാറ്റിനേക്കാൾ ഉപരിയായി അവരിരുവരും ദൈവമക്കളായി തീരുവാനിടയായി. യേശുവിൻ്റെ കൽപ്പനയാകുന്ന സ്നാനം സ്വീകരിച്ചും പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചും ദൈവസഭയോട് ചേർന്ന് ജീവിക്കുവാൻ ദൈവർക്ക് ഭാഗ്യം കൊടുത്തു. അവർക്കിപ്പോൾ ഒരു ലക്ഷ്യമുണ്ട്. അരുമ മണവാളനായ യേശു എത്രയും വേഗത്തിൽ വരും, ആ ദിവസത്തിന് വേണ്ടി ഒരുക്കപ്പെടണം എന്നുള്ള ലക്ഷ്യത്തോടുകൂടെ അവർ ഇതുവരെയും ജീവിച്ചു. മുന്നോട്ടുള്ള നാളുകളിലും ആ അനുഭവത്തിൽ മുന്നേറുവാൻ ദൈവം അവരെ സഹായിക്കേണ്ടതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. ഇരുഭാഗത്തുള്ളവരും വന്നു ചേരേണ്ടവരുടെ യാത്രകളിൽ ദൈവം കൂടെ ഇരുന്നു
വാഹനങ്ങളെല്ലാം സൂക്ഷിച്ച് തക്ക സമയത്ത് ദൈവം തന്നെ എല്ലാവരെയും സുരക്ഷിതരായി സമാധാനത്തോടെ ഇവിടെ കൊണ്ടുവന്നതിനായി ചേർന്ന് സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അനന്തരമായി നടക്കുന്ന എല്ലാ ശുശ്രൂഷകളിലും ദൈവ സാന്നിധ്യം വെളിപ്പെടേണ്ടതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. നിയുക്ത വരൻ്റെ ഭാഗത്തു നിന്ന് വന്ന പാസ്റ്റർ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞങ്ങൾ നന്ദിയോടെ അങ്ങേ വാഴ്ത്തുന്നു. ആലോചനയിൽ വലിയവനായി, പ്രവൃത്തി ശക്തിമാനായി അവിടുന്ന് കൂടെയിരുന്നു. ഇന്ന് പകൽക്കാലം വിവിധയിടങ്ങളിൽ നിന്ന് യാത്ര തിരിച്ച് ക്ഷേമത്തോടെ ഈ ഹോളിൽ കടന്നു വരുവാൻ ദൈവം സഹായിച്ചല്ലോ. അതിൻ്റെ ഉദ്ദേശം അങ്ങ് അറിയുന്നതിനായി സ്തോത്രം. ഞങ്ങളുടെ പ്രിയ സഹോദരങ്ങളെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അവരുടെ ജനനം മുതൽ ഇത്രത്തോളം സമയം കർത്താവ് കൂടെയിരുന്നു. മനുഷ്യനേകനായിരിക്കും നന്നല്ല എന്ന് കണ്ട കർത്താവ്, തക്ക തുണയുണ്ടാക്കി കൊടുത്ത കർത്താവ്, പ്രിയ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരുക്കിയ പുതിയ വഴിക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് അവരുടെ വിവാഹ നിശ്ചയം ഇവിടെ വെച്ച് നടക്കുമ്പോൾ കർത്താവിൻ്റെ വലിയ സാന്നിധ്യം ഉണ്ടാകണമേ. എല്ലാ അനുഗ്രഹങ്ങളോടും മേൽ പകരേണ്ടതിന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷകളൊക്കെ ലീഡ് ചെയ്യാൻ കർത്താവിൻ്റെ ദാസന്മാരെ ഉപയോഗിക്കണം. പരിശുദ്ധാത്മാവെല്ലാം ഭരിച്ച് നടത്തും. പ്രാർത്ഥന കേട്ടതുകൊണ്ട് നന്ദി. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളെ കേൾക്കണമേ. എല്ലാവർക്കും ഇരിക്കുക. ഇപ്പോൾ നമ്മുടെ ശുശ്രൂഷയുടെ ക്രമമനുസരിച്ച് എല്ലാവരും ഇവിടെ ക്ഷണിച്ചു വരുത്തിയതിൻ്റെ ഉദ്ദേശത്തെക്കുറിച്ച് ഇവിടെയുള്ള നിയുക്ത വധുവിൻ്റെ ഭാഗത്തു നിന്ന് ഉത്തരവാദിത്തപ്പെട്ടവർ വന്ന് പൊതുസഭയിൽ പറയേണ്ടതാണ്. ദൈവത്തിൻ്റെ ശ്രേഷ്ഠനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പ്രിയ കുഞ്ഞുങ്ങളുടെ വിവാഹ ശുശ്രൂഷ ഉറപ്പിക്കുന്നതിന് വേണ്ടി ഇരു സഭകളിൽ നിന്നും കടന്നു വന്ന തൻ്റെ അഭിഷിക്തന്മാർ, ഇരു കുടുംബങ്ങളിലും കടന്നു വന്ന എല്ലാ ബന്ധുമിത്രാദികൾ ചാർച്ചക്കാർക്കും എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിൽ പഴിഞ്ഞം വാലീകരിക്കാൻ കുടുംബാംഗങ്ങളുടെ നന്ദി അറിയിക്കുകയാണ്. വിളിച്ചു വരുത്തേണ്ട ഉദ്ദേശം പറയുകയാണല്ലോ ഞാനിവിടെ നിൽക്കുന്നത്. കൊല്ലം ജില്ലയിൽ കൊട്ടാരക്കര താലൂക്കിൽ ഉമ്മന്നൂർ വില്ലേജ് റോമൻ വില്ലയിൽ മിസ്റ്റർ റോയി സാമുലിൻ്റെയും മേഴ്സി റോയിയുടെ മകൾ റോൺസി റോയിയും, പത്തനംതിട്ട ജില്ലയിൽ ചെങ്ങന്നൂർ പുളൂർത്തറ വീട്ടിൽ മിസ്റ്റർ ജോർജ് തോമസിൻ്റെയും ലിസി തോമസിൻ്റെയും മകൻ ഷാലു തോമസിൻ്റെയും വിവാഹ കാര്യങ്ങൾ ഇരു കുടുംബങ്ങൾ ആലോചിച്ച് അതിൻ്റെ ഒരു തീരുമാനത്തിലെത്തുവാൻ വേണ്ടിയാണ് പ്രിയപ്പെട്ടവരെ ഇവിടെ വിളിച്ച് കൂട്ടിയിരിക്കുന്നത്. സർവകൃപാലുവായ ദൈവം ആദിയോടന്തം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഭരിച്ച് നടത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തൻ്റെ അഭിഷിക്തന്മാരെ അതിൻ്റെ ചുമതല ഏൽപ്പിച്ചുകൊണ്ട് എൻ്റെ കർത്തവ്യത്തിൽ ഞാൻ വിരമിക്കുന്നു. പറഞ്ഞത് മനസ്സിലായല്ലോ. ഇനി അടുത്തതായിട്ട് നിയുക്ത വധൂവരന്മാരിവിടെ വന്നിട്ടുണ്ട്. അവരെ കാണണമെന്ന് ചിലപ്പോൾ പാണ്ടനാടുന്ന് നിയുക്ത വധുവിനെ കാണണമെന്ന് പാണ്ടനാടുന്ന് വന്നവർക്കും നിയുക്ത വരനെ കാണണമെന്ന് ഇവിടെ ഉള്ളവർക്കും താല്പര്യം കാണും. അങ്ങനെ ഒന്ന് കണ്ടാൽ കൊള്ളാമെന്ന് ചിലപ്പോൾ ചിലർക്ക് ചിന്തിക്കുന്നുണ്ടായിരിക്കാം. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ അതിനുള്ള സമയമാണ്. ആർക്കെങ്കിലും കാണണം താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒന്ന് കൈ ഉയർത്തിയാലും മതി, ഞങ്ങൾക്കൊന്ന് കാണണം. ശരി, പലരും കൈ ഉയർത്തുന്നുണ്ട്. എന്നാൽ പാണ്ടനാടുള്ളവർ കാണേണ്ടതിന് വേണ്ടി നിയുക്ത വധു രക്ഷകർത്താക്കളുമായിട്ട് ഇപ്പോൾ സ്റ്റേജിലേക്ക് കടന്നു വരാം. അപ്പനും അമ്മയും നിയുക്ത വധു. ഇനി ഇവരുടെ വിവാഹം എന്ന്, എപ്പോൾ, എവിടെ വെച്ച് നടത്തപ്പെടണമെന്നുള്ളത് അറിയിക്കേണ്ടത് നിയുക്ത വരൻ്റെ ഭാഗത്ത് നിന്ന് ഉത്തരവാദിത്തപ്പെട്ടവരാണ്. വരൻ്റെ ഭാഗത്തെ ഉത്തരവാദിത്തപ്പെട്ടവർ മുൻപോട്ട് വന്നിട്ട് ഇപ്പോൾ പൊതുസഭയെ അറിയിക്കാവുന്നതാണ്. ദൈവനാമത്തിന് മാത്രം ഉണ്ടായിരിക്കട്ടെ. ഇവിടെ പറഞ്ഞതുപോലെ
ഷാലുവിൻ്റെയും റോൺസിയുടെയും വിവാഹം ജൂൺ 8 തീയതി രാവിലെ 10:30 മൗണ്ട് ഒലിവ് അടൂർ പാരിഷ് ഹാളിൽ വെച്ച് പാണാട് AG നോർത്ത് സഭയുടെ നേതൃത്വത്തിൽ നടത്തുവാൻ തീരുമാനിച്ചിരിക്കുന്നു. പറഞ്ഞത് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഇവർ തമ്മിലുള്ളതായ വിവാഹം ജൂൺ മാസം 8 തീയതി തിങ്കളാഴ്ച രാവിലെ 10:30 മണിക്ക് പണ്ടനാട് നോർത്ത് AG സഭയുടെ ചുമതലയിൽ അടൂർ മൗണ്ട് ഒലിവ് പാരിഷ് ഹാളിൽ വെച്ച് നടത്തുവാൻ ആഗ്രഹിക്കുന്നതായിട്ടാണ് പറഞ്ഞത്. ശരിയാ? കുഴപ്പമില്ല. ശരി. അങ്ങനെ ഈ മാസം ജൂൺ മാസം 8 തീയതി തിങ്കളാഴ്ച രാവിലെ 10:30 മണിക്ക് പണ്ടനാട് നോർത്ത് AG സഭയുടെ ചുമതലയിൽ അടൂർ മൗണ്ട് ഒലിവ് പാരിഷ് ഹാളിൽ വെച്ച് നടത്തുവാൻ ആലോചിച്ച് ഇപ്പോൾ തീരുമാനിച്ച് ഉറപ്പിച്ചിരിക്കുന്നു. ഇനിയിപ്പോൾ വിവാഹ നിശ്ചയത്തിൻ്റെതായി രേഖപ്പെടുത്തിയതായ വിവാഹ നിശ്ചയ രേഖ വായിക്കുകയാണ്. ഏതെങ്കിലും ഭേദഗതി വരുത്തുവാനുണ്ടെങ്കിൽ അത് പറയേണ്ടതാണ്. ഭേദഗതി വരുത്തിയതിന് ശേഷം നിയുക്ത വധൂവരന്മാരും ഇരുഭാഗത്ത് രക്ഷകർത്താക്കന്മാർ ഇരുസഭയും പ്രതിനിധീകരിച്ചുകൊണ്ട് സാക്ഷികളായിട്ട് ഓരോരുത്തരും വിവാഹ നിശ്ചയരേഖയിൽ സൈൻ ചെയ്തതിന് ശേഷം വിവാഹ നിശ്ചയരേഖ കൈമാറുന്നതായിരിക്കും. കൊല്ലം ജില്ലയിൽ കൊട്ടാരക്കര താലൂക്കിൽ ഉമ്മന്നൂർ പഞ്ചായത്തിൽ റോബിൻ വില്ലയിൽ ബ്രദർ സാമുവൽ റോയുടെയും സിസ്റ്റർ മേഴ്സി റോയുടെയും മകളും ദി പെന്തക്കോസ്ത് മിഷൻ വിലങ്ങറ വിശ്വാസിയുമായ സിസ്റ്റർ റോൺസി റോയും, ആലപ്പുഴ ജില്ലയിൽ ചെങ്ങന്നൂർ താലൂക്കിൽ തിരുവൻവണ്ടൂർ പഞ്ചായത്തിൽ പുള്ളിത്തറയിൽ ഹൗസിൽ ബ്രദർ ജോർജ് തോമസിൻ്റെയും സിസ്റ്റർ ലിസി തോമസിൻ്റെയും മകനും പാണ്ടനാട് നോർത്ത് AG സഭാവിശ്വാസിയുമായ ബ്രദർ ഷാലു തോമസും തമ്മിലുള്ള വിവാഹം ദൈവേഷ്ടമായാൽ 2026 ആണ്ട് ജൂൺ മാസം 8 തീയതി തിങ്കളാഴ്ച രാവിലെ 10:30 പാണ്ടനാട് നോർത്ത് AG സഭയുടെ ചുമതലയിൽ അടൂർ മൗണ്ട് ഒലിവ് പാരിഷ് ഹാളിൽ വെച്ച് നടത്തുവാൻ ഇരുസഭയും വേണ്ടപ്പെട്ടവരും കൂടിച്ചേർന്ന് ആലോചിച്ച് തീരുമാനിച്ചിരിക്കുന്നു. ആണെങ്കിൽ നിയുക്ത വരൻ വന്ന് സൈൻ ചെയ്യണം. വിവാഹ നിശ്ചയരേഖ കൈമാറുന്നതിനായിട്ട് ഉത്തരവാദിത്തപ്പെട്ടവർ വരേണ്ടതാണ്. കൊടുക്കട്ടെ. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നാം ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തതുപോലെ നമ്മുടെ പ്രിയ സഹോദരൻ ഷാലു തോമസിൻ്റെയും പ്രിയ സഹോദരി റോൺസി റോയുടെയും വിവാഹം ഇപ്പോൾ നിശ്ചയിക്കപ്പെട്ടിരിക്കുകയാണ്. നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത് ഈ ജൂൺ മാസം 8 തീയതി തിങ്കളാഴ്ച നടത്തപ്പെടും എന്നുള്ളതാണ്. എന്നാൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വ പ്രത്യക്ഷതയുടെ ദിവസം ദീർഘമാകുന്ന പക്ഷം ആ ദിവസം വിവാഹം നടത്തപ്പെടും. കർത്താവ് അവരെ കൂട്ടിയോജിപ്പിക്കും. തുടർന്ന് ഒരു കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ പോവുകയാണ്. ഇപ്പോൾ ഇവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാവരും ഇവരെ സ്നേഹിക്കുന്നവരാണല്ലോ. സ്നേഹിക്കുന്നവരായി നമുക്ക് ഒന്ന് ചെയ്യുവാൻ കഴിയും. ഇവർക്ക് വേണ്ടി തുടർന്ന് പ്രാർത്ഥിക്കുക. ഇന്ന് നാം നോക്കുമ്പോൾ കുടുംബജീവിതങ്ങൾ എത്രയോ പ്രതികൂല സാഹചര്യങ്ങളും എത്രയോ വൈഷമ്യമേറിയതുമായി കാണപ്പെടുന്നു. തൽഫലമായിട്ട് എത്രയോ പ്രശ്നങ്ങളും ജീവിതത്തിൽ അനേകർ അനുഭവിക്കുകയും പലപ്പോഴും ശിഥിലമാക്കപ്പെടുകയും ചെയ്യുന്നു. എന്നാൽ അത് വരാതിരിക്കണമെങ്കിൽ കർത്താവിൻ്റെ സാന്നിധ്യമാണ് ആവശ്യം. അതിന് വിവാഹിതരാകുന്നവരും അവരെ സ്നേഹിക്കുന്നവരുടെയും പ്രാർത്ഥനയുടെ സഹായം പ്രാർത്ഥിച്ച് ദൈവത്തെ മുന്നിൽ നിർത്തി
ഏതൊരു കാര്യവും ചെയ്യുമ്പോൾ അവിടെ ദൈവത്തിൻ്റെ അനുഗ്രഹമുണ്ടായിരിക്കും. ദൈവം അനുഗ്രഹിച്ചാൽ നാം അനുഗ്രഹിക്കപ്പെട്ടവരായിരിക്കും. ആകയാൽ ദൈവം അനുഗ്രഹിക്കേണ്ടതിന് തുടർന്നും പ്രാർത്ഥിക്കുക. അവരുടെ ജീവിതം ധന്യവും ശോഭനവും അനുഗ്രഹവുമായി തീരുവാനിടയാകട്ടെ എന്ന് ഞങ്ങളും കർത്താവിൽ ആശ്രയിച്ച് പ്രാർത്ഥിക്കുകയാണ്. എന്നാൽ ഇവിടെ നാം ഇപ്പോൾ ഒരു ശുശ്രൂഷ, വിവാഹ നിശ്ചയ ശുശ്രൂഷ നടത്തിയിരിക്കുകയാണ്. എന്നാൽ ഇതിനൊരു ദിവസവും, വിവാഹത്തിൻ്റെ ഒരു ദിവസവും ഇപ്പോൾ നിശ്ചയിച്ചിരിക്കുന്നു. എന്നാൽ തിരുവചനത്തിൽ നാം നോക്കുമ്പോഴത്തേക്ക് മറ്റ് ചില അനുഭവങ്ങൾ കൂടെ, നിത്യമായ ചില പ്രത്യാശയും ചില സന്തോഷം ആയ അനുഭവങ്ങളൊക്കെ സത്യവേദ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് അല്പം ചില മിനിറ്റുകൾ കൊണ്ട് ചില ഭാഗങ്ങൾ മാത്രം ഓർപ്പിച്ച് ഈ ശുശ്രൂഷ പ്രാർത്ഥിപ്പിച്ച് അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നാം മനുഷ്യരാണ്. മനുഷ്യനെന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ ഏറ്റവും ഉന്നതരാണ്. ലോകത്തിലെ ഇന്ന് കാണുന്ന നാം സകല ആകാശം, ഭൂമി, സമുദ്രം, ജ്യോതിർഗോളങ്ങൾ, ജീവജാലങ്ങൾ ഇവയൊക്കെയും ദൈവം സൃഷ്ടിച്ചതായി ഉൽപ്പത്തി പുസ്തകത്തിൽ വായിക്കുന്നു. എന്നാൽ ഇതെല്ലാം സൃഷ്ടിച്ചിട്ട് ദൈവം നല്ലത് എന്ന് പറഞ്ഞെങ്കിൽ ദൈവത്തിൻ്റെ സ്വരൂപത്തിലും ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും ഭൂമിയിൽ ഒരു മനുഷ്യൻ ദൈവത്തിൻ്റെ കൈകളാൽ സൃഷ്ടിക്കപ്പെട്ടപ്പോൾ ദൈവം നോക്കിയിട്ട് പറഞ്ഞു, ഇപ്പോൾ എത്രയും നല്ലതായി. ലോകത്തിലെ സൃഷ്ടികളും ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ടതായൊരു മനുഷ്യനും ഭൂമിയിൽ ആയിക്കഴിഞ്ഞപ്പോൾ എത്രയും നല്ലതെന്ന് ദൈവം പറഞ്ഞതായി ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ വായിക്കും. ആ എത്രയും നല്ലതായി ഭൂമിയിൽ സൃഷ്ടിക്കപ്പെട്ട ദൈവസ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ടതായ മനുഷ്യന് ദൈവത്തിൻ്റെ മകൻ എന്ന് ദൈവം വിളിച്ചു. ഈ മകനായി ഭൂമിയിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യന് ദൈവം ഒരു തക്ക തുണയും ഉണ്ടാക്കി കൊടുത്ത് ദൈവസംസർഗം എപ്പോഴും ഉണ്ടാകുന്നതിന് വേണ്ടി ഭൂമിയിൽ തന്നെ ഒരു തോട്ടവും ഉണ്ടാക്കി അവിടെ പാർപ്പിച്ച് ഈ മനുഷ്യനോട്, ക്രിസ്ത്യാനികൾക്കും ബൈബിൾ വായിക്കുന്നവർക്കുമൊക്കെ അറിയാം, മനുഷ്യന് ചില കൽപ്പനകൾ കൊടുത്തു. നിങ്ങളിവിടെ പാർക്കണം, ഈ തോട്ടത്തിലെ വൃക്ഷത്തിൻ്റെ ഫലങ്ങളൊക്കെ നിങ്ങൾ ഭക്ഷിക്കണം, ഈ തോട്ടത്തിൽ നിങ്ങൾ വേല ചെയ്യണം, ഈ തോട്ടത്തെ നിങ്ങൾ കാവൽ ചെയ്യണം. ആദിയായ കർത്തവ്യങ്ങൾ ഏൽപ്പിച്ചതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടെ ഓർപ്പിച്ചു. വൃക്ഷത്തിൽ നടപ്പെട്ട 2 വൃക്ഷങ്ങളുടെ ഫലം നിങ്ങൾ ഭക്ഷിക്കരുത് എന്ന് പറയുവാനിടയായി. എന്നാൽ ഒരു ദിവസത്തിൽ വഞ്ചകനായ സാത്താൻ, ഇന്ന് മനുഷ്യനെ കൊണ്ട് പാപം ചെയ്യിപ്പിക്കുന്ന ഒരു പിശാചിൻ്റെ ശക്തിയുണ്ട്. ആ ശക്തി വഞ്ചനാപൂർവത്തിൽ, തന്ത്രപൂർവത്തിൽ ഈ തോട്ടത്തിൽ പ്രവേശിച്ച് ആദാമിൻ്റെ ഭാര്യ തുണയായി കൊടുത്ത ഹവ്വയോട് വളരെ വാചാലമായി സംസാരിച്ച് അല്പനിമിഷങ്ങൾ കൊണ്ട് ദൈവം കൊടുത്തതായ ആ കൽപ്പന ലംഘിച്ച് മനുഷ്യൻ ആ സമയത്ത് തന്നെ പാപിയായി തീരുവാനിടയായി. അതായത് തന്നിൽ കുടികൊണ്ടിരുന്ന ഒരു വലിയ തേജസ് മനുഷ്യനിലുണ്ടായിരുന്നു, ഒരു വലിയ കർത്തൃത്വവും അധികാരമൊക്കെ ഉണ്ടായിരുന്നു. സകല ജീവജാലങ്ങളും ഈ മനുഷ്യൻ്റെ മുൻപിൽ ഭയപ്പെട്ടിരുന്നു. അങ്ങനെ ഒരു സമയത്ത് ജീവിച്ചു വരവെയാണ് ഈ അനുസരണക്കേട് സംഭവിക്കുന്നത്. തിന്നരുതെന്ന് പറഞ്ഞ വൃക്ഷത്തിൻ്റെ ഫലം അവർക്ക് കാണിച്ചു കൊടുത്തു. അതിൻ്റെ ചില പ്രത്യേകതകളെക്കുറിച്ച് ഈ സാത്താൻ പറഞ്ഞു കൊടുത്ത് എന്താണെന്ന് അറിയാമോ? നിങ്ങൾ ഭക്ഷിക്കുന്നതിന് ഏറ്റവും മനോഹരമായ ഫലം ഇതാണ്. മാത്രമല്ല, ഇത് ഭക്ഷിച്ചാൽ നിങ്ങൾ ദൈവത്തെ പോലെ ആയിത്തീരും, നിങ്ങൾക്ക് ജ്ഞാനം പ്രാപിക്കുവാൻ കഴിയും. ആദിയായ ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തപ്പോൾ അത് വിശ്വസിച്ചുകൊണ്ട് അവർ പറിച്ചു, ഭക്ഷിച്ചു, ദൈവത്തെ പോലെ ആയിത്തീരുമെന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ അവർ ദൈവത്തെ പോലെ ആയിത്തീരാൻ വേണ്ടി ഭക്ഷിച്ചതായിരുന്നു. ഭക്ഷിച്ചു കഴിഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ മുൻപിൽ പോലും നിൽക്കുവാൻ കഴിയാതെ ഓടുവാൻ തുടങ്ങി. കാരണം ഇപ്പോൾ അവനിലുണ്ടായിരുന്ന ഒരു ദൈവ തേജസ് ഉണ്ടായിരുന്നു. തേജസ് തന്നിൽ മാറ്റപ്പെട്ടു. അവൻ മനസ്സിലായി, ഇനി ദൈവത്തിൻ്റെ മുൻപിൽ ഈ നഗ്നമായ അവസ്ഥയിൽ നിൽക്കുവാൻ കഴിയത്തില്ല. അതിനുവേണ്ടി താൽക്കാലികമായി ചില കാര്യങ്ങളൊക്കെ ചെയ്തു നോക്കിയതായ പ്രവർത്തനങ്ങളൊന്നും വിജയത്തിലെത്തിയില്ല. ഒടുക്കം മരത്തിൻ്റെ വലിയ മരം നോക്കിയിട്ട് വൃക്ഷത്തിൻ്റെ മറവിൽ ഒളിച്ചു നിന്നപ്പോൾ ദൈവം വിളിച്ച്, ആദാമേ നീ എവിടെ എന്ന് ചോദിച്ച് വീണ്ടും അടുപ്പിച്ച്, എങ്കിലും കുറ്റം സമ്മതിക്കുവാൻ കഴിയാത്തതുകൊണ്ട് തോട്ടത്തിൽ നിന്ന് പുറത്താക്കപ്പെടുവാനിടയായി. തൽഫലമായി ദൈവം എത്രയും നല്ലതെന്ന് പറഞ്ഞ മനുഷ്യൻ
ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ ഏറ്റവും അധമനായി, ഏറ്റവും ദൈവത്തിൽ നിന്ന് അകന്നവനായി, ദൈവത്തിൻ്റെ മകനെന്ന് വിളിച്ചിരുന്നവൻ പിശാചെന്ന പിതാവിൻ്റെ മകനായി മാറ്റപ്പെടുവാനിടയായി. ആ മനുഷ്യർ അങ്ങനെ മനുഷ്യവർഗം മുഴുവനും പാപത്തിലാകപ്പെടുവാനിടയായി. റോമാലേഖനം 3-ാം അധ്യായത്തിൻ്റെ 23-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് ഇപ്രകാരം പറയുന്നു, ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്തു ദൈവ തേജസ് നഷ്ടപ്പെട്ടു പോയി എന്ന് പറഞ്ഞു. അപ്രകാരം പാപം മുഖാന്തരമായിട്ട് മനുഷ്യനിൽ ദൈവ സാന്നിധ്യം നഷ്ടപ്പെട്ടു. മനുഷ്യൻ ഇപ്പോൾ ഭയത്തിൻ്റെ ആത്മാവ് തൻ്റെ ഉള്ളിൽ വന്നു. മാത്രമല്ല, പാപം മുഖാന്തരമായിട്ട് ദൈവത്തിൻ്റെ അടുക്കൽ ചെല്ലുവാനോ ദൈവത്തിന് മുൻപിൽ നിൽക്കുവാനോ കഴിയാത്ത ഒരു വല്ലാത്തൊരനുഭവത്തിലേക്ക് മനുഷ്യൻ മാറ്റപ്പെട്ടു. വെളിച്ചത്തിൽ നിന്ന് പെട്ടെന്ന് ഇരുട്ട് വന്നാൽ എങ്ങനെ ഇരിക്കും, അതുപോലൊരു അനുഭവമുണ്ടായി. അതായത് ഇപ്പോൾ നമ്മളെല്ലാവരും നല്ല വെളിച്ചത്തിലിരിക്കുക. ഇവിടെയായി ലൈറ്റുണ്ട്, നമ്മുടെ തലയ്ക്ക് മുകളിലൊക്കെ ഇഷ്ടംപോലെ ലൈറ്റുകളൊക്കെ കത്തി നിൽക്കുന്നു. അത് പെട്ടെന്നൊന്ന് കറണ്ട് പോയി ഇവിടെ ഇരുട്ട് വ്യാപിക്കുമ്പോൾ എങ്ങനെ ഇരിക്കും, അതുപോലെ ഒരു അനുഭവം ജീവിതത്തിൽ സംഭവിച്ചു. പ്രിയമുള്ളവരെ, ആ അനുഭവത്തിൽ നിന്ന് വീണ്ടും ഒരു സ്വർഗീയ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുവാനാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സ്വർഗമഹിമകളെ വെടിഞ്ഞിട്ട് പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം മനുഷ്യവർഗത്തെ രക്ഷിക്കുവാൻ ഇന്നയോളം 2000 വർഷങ്ങൾക്ക് മുമ്പേ ലോകത്തിലേക്ക് കടന്നു വന്നു. ലോകത്തിൽ ജീവിച്ചു. 33.5 വർഷക്കാലം ജീവിച്ചു. 30 വർഷക്കാലം മാതാപിതാക്കൾക്ക് കീഴ്പ്പെട്ട് അവരോടൊരുമിച്ച് 30-ാമത്തെ തിരുവയസ്സിൽ തന്നെ യോർദാൻ നദിയിൽ ചെന്ന് ഈ സ്നാപക യോഹന്നാൻ്റെ കൈക്കലിൽ സ്നാനം സ്വീകരിച്ചുകൊണ്ട് തുടർന്ന് തൻ ശുശ്രൂഷ 3.5 വർഷക്കാലം ചെയ്ത് അനേകർക്ക് സൗഖ്യം കൊടുത്തു. ഭൂതങ്ങളാൽ ബാധിക്കപ്പെട്ടിരുന്നവർക്ക് അതിൽ നിന്നെല്ലാം വിടുതൽ കൊടുത്തു. ഭാരത്തോടെ വ്യാകുലതയോടുകൂടെ ജീവിതം നയിച്ചവരെ യേശുവിലേക്ക് മാടി വിളിച്ച് അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകി സ്വർഗരാജ്യത്തെക്കുറിച്ച് കൂടെ മനസ്സിലാക്കി കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ലോകത്തിൽ പാപമില്ലാത്തവനായ ക്രിസ്തു ഒരു കുറ്റവാളിയെപ്പോലെ, ഒരു ശപിക്കപ്പെട്ടവനെ പോലെ അതിനുശേഷമായിട്ട് കൊല്ലപ്പെടുവാനിടയായി. നമുക്കറിയാം, യേശു ഗോൽഗോഥാ മലമുകളിൽ 2 കള്ളന്മാരുടെ നടുവിൽ കാൽവരി ക്രൂശിൽ തറയ്ക്കപ്പെടുകയും തൻ്റെ ശരീരം ചമ്മട്ടി കൊണ്ട് അടിക്കപ്പെടുകയും തൻ്റെ തലയിൽ മുൾക്കിരീടം വെച്ച് അടിച്ച് തൻ്റെ മുഴുവൻ രക്തവും മനുഷ്യവർഗത്തിന് വേണ്ടി ഊറ്റി നൽകി. തൽഫലമായിട്ട് പാപത്തിൽ ആണ്ടുപോയതായ മനുഷ്യൻ്റെ ഫലമായി മനുഷ്യൻ ഒരു രക്ഷയുടെ മാർഗം യേശു തൻ്റെ ശരീരത്തെ ചീന്തിയതുകൊണ്ട് ശരീരമാകുന്ന തിരശ്ശീല മുഖാന്തരം ചീന്തപ്പെട്ടതിനാൽ ഒരു മാർഗം തുറക്കപ്പെട്ടു. അതിൽ കൂടെ പ്രവേശനം ലഭിക്കുന്നത് ആർക്കാണെന്നറിയാമോ? യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളായി തീരുവാനൊരു അവകാശം ലഭിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക്, യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് പാപം എങ്ങനെ കഴുകപ്പെടും? യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 7-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കും. പ്രിയമുള്ളവരെ, ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന എല്ലാവരും ആ അനുഭവത്തിൽ ആയിത്തീരണമെന്ന് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ആഗ്രഹിക്കുന്നു. ഒരു കുഞ്ഞു പോലും നഷ്ടപ്പെട്ടു പോകരുത്. ഒരു കുഞ്ഞു പോലും പാപത്തിൽ ജീവിച്ച് പാപത്തിൻ്റെ സുഖങ്ങളിൽപ്പെട്ട് പാപത്തിൻ്റെ ഉല്ലാസങ്ങളിൽപ്പെട്ട് ജീവിച്ച് നിത്യമായ തീപ്പൊയ്കയിൽ പോകണമെന്ന് നമ്മെ സൃഷ്ടിച്ച ദൈവമോ അല്ലെങ്കിൽ മനുഷ്യവർഗത്തിന് വേണ്ടി ജീവനെ അർപ്പിച്ചു എന്ന് കർത്താവായ യേശു ക്രിസ്തു ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. എന്നാൽ മനുഷ്യവർഗത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി കടന്നു വന്നതായ കർത്താവായ യേശു ക്രിസ്തു ചില ഉപദേശ സത്യങ്ങൾ നൽകിയിട്ടുണ്ട്. അത് ഒന്നാമതായിട്ട് തൻ്റെ സ്ലീഹന്മാരായ അപ്പോസ്തലന്മാരെ, തൻ്റെ ശിഷ്യന്മാരായിരുന്ന അപ്പോസ്തലന്മാരെ പഠിപ്പിച്ചിട്ട് പറഞ്ഞു, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഇരിക്കാം. പക്ഷേ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് ലോകത്തിൻ്റെ അറ്റത്തോളം പോയി എൻ്റെ സാക്ഷ്യം വഹിക്കണം. സാക്ഷ്യം വഹിച്ച് നിങ്ങൾ ഒരു കൂട്ടം ജനത്തെ ശിഷ്യരാക്കി ദൈവരാജ്യത്തിന് വേണ്ടി ഒരുക്കപ്പെടണം. അതിനു വേണ്ടിയുള്ള ഒരു ആലോചനയും കൊടുത്തു. ഞാൻ വീണ്ടും മടങ്ങി വരും. യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ പ്രാരംഭവാക്യത്തിൽ പറഞ്ഞു, ഞാൻ പോയി ഒരു സ്ഥലമൊരുക്കിയിട്ട് വീണ്ടും വരും എന്ന് കർത്താവ് പറഞ്ഞു. പോകുന്ന സ്ഥലത്തെക്കുറിച്ചും പറഞ്ഞു, ആ പിതാവിൻ്റെ ഭവനമാണെന്നും ആ സ്ഥലത്തിലേക്കാണ് ഞാൻ പോകുന്നതെന്നും
അവിടെ നിന്ന് മടങ്ങി വരും. പക്ഷെ അവിടേക്ക് പ്രവേശനമുള്ളത് ആർക്കാണെന്നും യേശു പറഞ്ഞു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു, പുതുതായി ജനിക്കുന്നവർക്കാണ് അവിടെ കാണാൻ കഴിയത്തുള്ളൂ. 5-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു, വെള്ളത്താലും ആത്മാവിനാലും ജനിക്കുന്നവർക്ക് മാത്രമേ അവിടെ പ്രവേശനമുള്ളൂ. ഈ ഒരു അനുഭവത്തെ നിങ്ങൾ ശിഷ്യരാക്കപ്പെടുന്നവരോട് ഉപദേശിക്കണം, അവരെ പഠിപ്പിക്കണം. അത് ദൈവത്തിൽ നിന്ന് വാങ്ങി അവർക്ക് നൽകപ്പെടണമെന്നും യേശു അവരെ ബുദ്ധി ഉപദേശിച്ചു. അതിനുവേണ്ടി തൽഫലമായിട്ട് കർത്താവായ യേശു ക്രിസ്തു മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റ് പിതാവിൻ്റെ സന്നിധിയിൽ ചെന്ന് പരിശുദ്ധാത്മാവിനെ വാങ്ങി ഭൂമിയിലേക്ക് അയച്ചു. നാം അറിഞ്ഞിരിക്കുന്നത് പോലെ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ പ്രാരംഭ വാക്യത്തിൽ വായിക്കുമ്പോൾ ഈ ശിഷ്യന്മാരുടെ ഗണവും യേശുവിൻ്റെ അമ്മ മറിയ, യോസെഫ്, തൻ്റെ പിതാവ് യോസെഫ്, സഹോദരന്മാരെല്ലാവരും കാത്തിരുന്ന സമയത്ത് ആ സഖിയോൻ മാളികയിൽ പരിശുദ്ധാത്മാവ് വലിയ ശക്തിയോടെ ഇറങ്ങി വന്നു. ആ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ഇവരെല്ലാവരും ധൈര്യം പ്രാപിച്ചൊരു 120 പേരുടെ സമൂഹം അന്നേ ദിവസം അവിടെ ഉണ്ടായിരുന്നു. ആ 120 പേരുടെ മേലും ഈ ആത്മാവ് വന്നു. അവരെല്ലാവരും അന്യഭാഷ പറയാൻ തുടങ്ങി. അവിടെ യെരുശലേമിൽ ആ സമയത്ത് പെന്തക്കോസ്തിൻ്റെ ഒരു പെരുന്നാൾ നടക്കുന്നുണ്ടായിരുന്നു. ഇത് ആ പെരുന്നാൾ കഴിഞ്ഞ് വരുമ്പോൾ എന്തൊക്കെയോ വലിയ കോലാഹലങ്ങൾ. ചിലപ്പോൾ ചിലരൊക്കെ ചോദിക്കും, പെന്തക്കോസ്തുകാരെന്തിനാ എത്ര ഒച്ചയുണ്ടാക്കുന്നതെന്ന്, എന്തിനായി ബഹളം ഉണ്ടാക്കുന്നത് എന്നൊക്കെ ചിലപ്പോൾ ചിലർക്ക് ചോദിക്കാറുണ്ട്. പക്ഷേ 1-ാം നൂറ്റാണ്ടിൽ തുടങ്ങിയതാണ് ഈ ഒച്ചയും ബഹളമൊക്കെ. അത് കേട്ടിട്ട് അവർ ഓടി വന്ന് കേട്ടോ, ഒരു കൂട്ടം പേർ വന്നു, ധാരാളം ആയിരക്കണക്കിന് മനുഷ്യർ അവിടെ വന്നപ്പോൾ എന്താ പറഞ്ഞെന്നറിയാമോ? അവർ കേട്ട് ഓരോരുത്തരും ഓരോ അഭിപ്രായം പറഞ്ഞു. ചിലർ പറഞ്ഞു ഇവർ ലഹരി പിടിച്ചവർ, എന്തോ കുഴപ്പം പറ്റിയതാ, ഇവരുടെ സുബോധമൊക്കെ നഷ്ടപ്പെട്ടിട്ട് ഇവർ വെച്ചും പെയ്യൊക്കെ പറയാമെന്ന് പറഞ്ഞു. മറ്റൊരു കൂട്ടർ പറഞ്ഞു ഇല്ല, ഇവർ ദൈവത്തിൻ്റെ വൻ കാര്യങ്ങൾ പ്രസ്താവിക്കുകയാണ്. ഇത് മനസ്സിലാക്കിയപ്പോൾ അവർ ഒരു കൂട്ടർ ചോദിക്കുന്നു, ഇതൊക്കെ പ്രാപിക്കണമെങ്കിൽ ഞങ്ങളെന്ത് ചെയ്യണം? അന്നേ ദിവസം യേശുവിൻ്റെ ശിഷ്യനായ പത്രോസ് അപ്പോസ്തലൻ എഴുന്നേറ്റ് നിന്ന് തങ്ങളോട് അരിമനാഥൻ പറഞ്ഞിട്ട് പോയതായ സത്യ സുവിശേഷം പ്രസംഗിച്ചു. 3000 പേർ അന്നേ ദിവസം വിശ്വസിച്ച് ജലത്തിൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ച് ദൈവസഭയോട് ചേർത്ത് അങ്ങനെ ശുശ്രൂഷ ആരംഭിച്ചു. ഈ ശുശ്രൂഷയുടെ പൂർത്തീകരണം എന്താണെന്നറിയാമോ? തുടർന്ന് ഇതിനെക്കുറിച്ച് അപ്പോസ്തലന്മാരൊക്കെ പറയുന്ന ഭാഗങ്ങളുണ്ട്. കൊരിന്ത്യ ലേഖനം 11-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം 2-ാം വാക്യം തുടങ്ങി വായിക്കുമ്പോൾ ഈ അപ്പോസ്തലന്മാർക്ക് ഒരു ജാഗ്രതയുണ്ട്. അവർ വളരെയധികം ഞരങ്ങിക്കൊണ്ടിരിക്കുന്നു. എന്തിനു വേണ്ടിയാണ് ഞരക്കമെന്നറിയാമോ? 2-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഞാൻ നിങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ എരിവോട് എരിയുന്നു. ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. ക്രിസ്തു എന്ന ഒരു ഏക പുരുഷനുണ്ടെന്നും ആ പുരുഷൻ്റെ മുൻപിൽ നിങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നിങ്ങളെന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയാണ്. ഇപ്പോൾ ഒരു സഹോദരൻ ഷാലുവിന് ആ സഹോദരൻ റോൺസി മണവാട്ടിയായിത്തീരാൻ, ഭാര്യയായിത്തീരാൻ ഒരു വ്യക്തിയാണ്. എന്നാൽ കർത്താവായ യേശുക്രിസ്തുവിനോടുകൂടെ ചേരാൻ പോകുന്നത് ഒരു വ്യക്തിയോ ഒരു സമുദായത്തിൽപ്പെട്ടവരൊന്നും അല്ല. പിന്നെ ആരാണെന്നറിയാമോ? ആരായാലും മനുഷ്യവർഗം, അതായത് കർത്താവായ യേശുക്രിസ്തു പറഞ്ഞതായ മാനസാന്തരപ്പെട്ട് യേശുവിൽ കൂടെയുള്ള രക്ഷ പ്രാപിച്ച് ആ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് മാനസാന്തരപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ പാപങ്ങളുടെ മോചനത്തിന് വേണ്ടി സ്നാനം സ്വീകരിച്ച് യേശുവിനോട് കൂടെ ചേർന്ന് യേശുവിനെ വെളിപ്പെടുത്തി അത് പിന്നീട് പരിശുദ്ധാത്മാവിന് വേണ്ടി കൂടെ കാത്തിരിക്കണം. എന്തിനാ പരിശുദ്ധാത്മാവെന്ന് ചോദിച്ചാൽ, നാം ജീവിക്കുന്ന ലോകം പാപം നിറഞ്ഞതായ ലോകമാണ്. ഈ പാപം നിറഞ്ഞ ലോകത്തിൽ പരിശുദ്ധമായി ജീവിതം ചെയ്യണമെങ്കിൽ പരിശുദ്ധാത്മാവ് ഒരു കാര്യസ്ഥൻ എന്ന പോലെ അല്ലെങ്കിൽ ഒരു ആലോചനക്കാരൻ എന്ന പോലെ നമ്മോട് സംസാരിച്ച് നമ്മെ ആലോചനയാൽ നടത്തിക്കൊണ്ടിരിക്കും. മാത്രമല്ല, ഈ ആത്മാവ് നമ്മിൽ വസിക്കുന്നെങ്കിൽ നമ്മുടെ ഇമർത്തി ശരീരം ഒരു ദിവസം തേജസ്സിൻ്റെ ശരീരം പ്രാപിക്കാൻ പോവുകയാണ്. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, കർത്താവായ യേശുക്രിസ്തുവിനെ ഉയർത്തെഴുന്നേൽപ്പിച്ച ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ ആ ആത്മാവ് കൊണ്ട് നിങ്ങളുടെ മർത്തി ശരീരം ജീവൻ പ്രാപിക്കും. ഇവിടെ വന്നിരിക്കുന്നവർക്ക് എത്ര പേർക്ക് ആ ഒരു ചിന്തയുണ്ട്? എത്ര പേർ വിശ്വസിക്കുന്നുണ്ട് എനിക്ക് ലോകത്തിലേക്ക് വന്ന യേശു പോയിരിക്കുന്നു, ഇനി വരും എന്ന് എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിൽ ഇതിവിടെ ഇരിക്കുന്ന ഒരു കൂട്ടം പേർ വിശ്വസിക്കുന്നവരുണ്ട്. ചിലപ്പോൾ ചിലർക്ക് വിശ്വസിക്കാത്തവർ കാണുമായിരിക്കാം. വിശ്വസിക്കാത്തവരുണ്ടെങ്കിൽ പറഞ്ഞു കൊള്ളട്ടെ, വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും ഒരു സത്യമുണ്ട്, യേശു വരും.
കാരണം യേശു ചില ലക്ഷണങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അതായത് ജാതിയോട് എതിർക്കും, രാജ്യത്തോട് എതിർക്കും, യുദ്ധങ്ങളുണ്ടാകും, മഹാവ്യാധികളുണ്ടാകും. ഈ വിധമായ ലക്ഷണങ്ങൾ യേശുവിൻ്റെ മടങ്ങി വരവിൻ്റെ ലക്ഷണമായിട്ട് യേശു ദൈവസഭയോട് പറഞ്ഞിട്ടുണ്ട്, സ്ലീഹന്മാരോട് പറഞ്ഞതാണ്. ആ സംഭവങ്ങളെല്ലാം ഇന്ന് നമ്മുടെ കണ്ണിന് മുൻപിൽ അക്ഷരാർത്ഥത്തിൽ നിറവേറിക്കൊണ്ടിരിക്കുകയാണ്. ആകയാൽ പ്രിയമുള്ളവരെ, കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ രക്ഷ പ്രാപിച്ച് യേശു ക്രിസ്തുവിനെ വിശ്വസിച്ചുകൊണ്ട് യേശു ക്രിസ്തുവിനെ അനുഗമിക്കുന്നവരായി ഞങ്ങൾ അത് പൂർണ്ണമായി വിശ്വസിക്കുന്നവരാണ്. നിങ്ങളുടെ അനുഭവത്തിൽ ആ യേശുവിനെ വിശ്വസിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. വിശ്വസിച്ചാൽ നിങ്ങൾക്ക് ദൈവത്തിൻ്റെ മഹത്വത്തെ കാണുവാൻ കഴിയും. കഴിഞ്ഞ ഒരു 2 ഞായറാഴ്ചയ്ക്ക് മുമ്പിൽ സൺഡേ സപ്ലിമെൻ്റ് പത്രത്തിലെ ഒരു വാർത്ത ഞാൻ കണ്ടു. ഒരു തത്വചിന്തകൻ എഴുതിയതായൊരു ഭാഗമാണ്. ഇന്ന് ലോകത്തിൽ ദൈവമുണ്ടെന്നും ദൈവമില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് മനുഷ്യൻ ജീവിക്കുന്നു. അതിനെക്കുറിച്ചാണ് താൻ പ്രതിപാദിച്ചിരിക്കുന്നത്. അതിനെക്കുറിച്ച് പറയുന്നു, ദൈവമുണ്ടെന്നെങ്കിൽ ദൈവമില്ല എന്ന് പറഞ്ഞ് ജീവിച്ചാൽ ഒരു ദിവസം നിങ്ങൾ ചെന്നുപെടുന്നത് മഹാകഷ്ടത്തിലായിരിക്കും. തത്വചിന്തകൻ പറഞ്ഞൊരു വിഷയമാണ്. ദൈവമുണ്ടെങ്കിൽ ദൈവമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ജീവിച്ചാൽ ഒരു ദിവസം മഹാകഷ്ടത്തിലാവും. ഇല്ല, ദൈവമില്ലെങ്കിൽ ദൈവം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ജീവിച്ചാൽ ഒന്നും സംഭവിക്കാനില്ലെന്നാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വരുമെന്ന് ഞങ്ങൾ ഉറപ്പോടെ വിശ്വസിക്കുന്നു. കാരണം തിരുവചനങ്ങളെല്ലാം ഇന്ന് അക്ഷരാർത്ഥത്തിൽ നിറവേറിക്കൊണ്ടിരിക്കുന്നു. പ്രവാചകന്മാർ പ്രവചിച്ച ഭാഗങ്ങളൊക്കെ നിറവേറുന്നതുകൊണ്ടും യേശു പറഞ്ഞതായ കാര്യങ്ങൾ നിറവേറിക്കൊണ്ടിരിക്കുന്നതുകൊണ്ടും പറഞ്ഞത് ദൈവപുത്രനായ ക്രിസ്തു ആകിയാൽ ഞങ്ങൾ ഉറപ്പോടെ വിശ്വസിക്കുന്നു യേശു വരുമ്പോൾ ഞങ്ങൾക്ക് പോകാൻ വേണ്ടി ഞങ്ങൾ ഒരുക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നിങ്ങളെ ആ സന്തോഷ സുദിനത്തിന് വേണ്ടി ആഹ്വാനം ചെയ്യുകയാണ്. എന്നാൽ ഈ ലോകത്തിലിരിക്കുമ്പോൾ നമ്മുടെ ഹൃദയമൊന്നും വഷളായി പോകരുത്. ഇവിടെ അടുത്ത വാക്യത്തിൽ പറയുന്നു, എന്നാൽ സർപ്പം ഹവ്വയെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ഇന്നത്തെ കാലത്തിൽ അനേകരുടെ ഹൃദയം ക്രിസ്തുവിനോടുള്ള ഏകാഗ്രത വിട്ടു പോയിരിക്കുകയാണ്. ആ ഏകാഗ്രത വിട്ടുപോയെങ്കിൽ മടങ്ങി വരിക കാലം അതിക്രമിച്ചിരിക്കുന്നു. കൃപയുടെ വാതിൽ അടയ്ക്കപ്പെടുവാൻ പോകുന്നു. ലോകത്തിലൊരു ഭക്തൻ എങ്ങനെ ജീവിക്കണമെന്നറിയാമോ? അരുമനാഥനായ യേശു പറഞ്ഞു, പിതാവേ, ഞാനിപ്പോൾ നിൻ്റെ അടുക്കലേക്ക് വരുന്നു. എന്നാൽ ഈ ജനം ഈ ഭൂമിയിൽ ജീവിക്കുന്നു. ഇവർക്ക് നീ തന്ന വചനം ഞാൻ ഇവർക്ക് കൊടുക്കപ്പെട്ടതിനാൽ ഇവരിപ്പോൾ ആരല്ല? ദൈവവചനം ഏറ്റെടുത്തവരാ. യേശു പറഞ്ഞു, ഇവരിൽ ഇപ്പോൾ ലൗകികന്മാരല്ല, ഇവർ ലോകത്തിനുള്ളവരല്ല, ലോകത്തിൻ്റെതായ അനുഭവത്തിൽ ജീവിക്കുന്നവരല്ല. ഇവർ ലോകത്തിൽ വിശുദ്ധന്മാരായി ജീവിക്കുന്നവരാണ്. ലോകത്തിൻ്റെ പാപം അവരുടെ ജീവിതത്തിലില്ല, ലോകത്തിൻ്റെ ആഡംബരങ്ങളില്ല, ലോകത്തിൻ്റെ സ്നേഹങ്ങളൊന്നുമില്ല. അതുകൊണ്ട് ഇവരെ ഒന്ന് കാത്തുകൊള്ളണം. നിങ്ങൾ എടുക്കണമെന്നല്ല പറയുന്നത്. ഇവർക്ക് എത്ര നാൾ ഭൂമിയിലുണ്ടോ അത്രയും നാളും ഈ വചനപ്രകാരം ജീവിപ്പാൻ ഇവരെ സൂക്ഷിക്കണമേ എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ അരുമനാഥനായ യേശു കടന്നു പോയിരിക്കുന്നത്. ആകയാൽ പ്രിയമുള്ളവരെ, ഇന്ന് നാം നോക്കുമ്പോഴത്തേക്ക് കല്യാണവും കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് ഇതൊക്കെ ചിലരൊക്കെ അങ്ങ് മാറ്റി വയ്ക്കുക. അതുവരെയും ആത്മീയവും കാര്യങ്ങളൊക്കെയാണ്. എല്ലാ മേഖലകളിലും വസ്ത്രധാരണത്തിലായാലും വേഷവിധാനത്തിലായാലും ഹെയർ സ്റ്റൈലായാലും മറ്റെല്ലാ വിധത്തിലും ആ ഒരു അനുഭവത്തിൽ. പക്ഷേ കല്യാണമൊക്കെ വരുമ്പോഴത്തേക്ക് അല്പം ലോകമൊക്കെ കയറി വരും. ദൈവത്തിന് സ്തോത്രം. ഞങ്ങളും ചിലപ്പോഴൊക്കെ ദുഃഖിക്കാറുണ്ട്. ഞങ്ങൾ ഉപദേശിച്ച് നടത്തുന്ന ചില ഇങ്ങനെയൊക്കെ ആകുന്നല്ലോ എന്ന്. ആകയാൽ പ്രിയമുള്ളവരെ, ലോകത്തിലേക്ക് ഇറങ്ങിപ്പോകരുത്. ലോകത്തിൻ്റെ പാപങ്ങളൊന്നും വേണ്ട, ലോകത്തിൻ്റെ ഇൻപങ്ങളൊന്നും വേണ്ട. ഇതൊക്കെ ക്ഷണികമാണ്. ഒരിക്കൽ സലോമോൻ രാജാവ് പ്രകാരം പറഞ്ഞു, മായ സകലതുമായ. തൻ്റെ കണ്ണിന് ഇൻപമായി തോന്നിയതെല്ലാം അനുഭവിച്ച് അവസാനം പ്രത്യാശയില്ലാത്തവനായി ലോകത്തിൽ മാറ്റപ്പെട്ടു. ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന ആരും തന്നെ ഈ ലോകത്തിൽ മാറ്റപ്പെടുമ്പോൾ പ്രത്യാശയില്ലാത്തവരായി പോകരുത്. നമ്മെ സൃഷ്ടിച്ച ദൈവത്തിൻ്റെ അടുക്കിലേക്കോ നമ്മെ സൃഷ്ടിച്ച നമുക്ക് വേണ്ടി ജീവനെ തന്ന യേശുവിൻ്റെ അടുക്കിലേക്ക് കടന്നു പോകുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നാം ഇത് ഇപ്രകാരം ജീവിക്കണം. ഇല്ല എങ്കിൽ പോകുന്ന സ്ഥലം നിത്യമായ തീപ്പൊയ്കയിലാണ്. ആ തീപ്പൊയ്കയിൽ ചെന്നാൽ ആരും നമ്മെ അവിടെ സഹായിക്കാൻ വരത്തില്ല, ആരും അവിടെ നമ്മെ കയറ്റിക്കൊണ്ട് വരത്തില്ല. അതുകൊണ്ട് ഈ ഭൂമിയിലിരിക്കുമ്പോൾ നമുക്ക് പ്രവർത്തിക്കാം, പ്രയത്നിക്കാം, കർത്താവായ യേശു ക്രിസ്തുവിന് വേണ്ടി ജീവിക്കാം. രക്ഷിക്കപ്പെട്ട് ഒരു വിശുദ്ധ ജീവിതം ചെയ്യുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ ഏവരെയും സഹായിക്കട്ടെ. ഇന്നേ ദിവസം വിവാഹം നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന പ്രിയ സഹോദരങ്ങളെയും കർത്താവ് തന്നെ തക്ക സമയത്ത് കൂട്ടി യോജിപ്പിച്ച് അവരൊരു കുടുംബജീവിതത്തിലേക്ക് പ്രവേശിപ്പിച്ച് അനുഗ്രഹിക്കപ്പെട്ട ജീവിതം ചെയ്യുവാനും ഒപ്പം കർത്താവ് തേജസ്സിൽ
ക്രൂസിൽ വെളിപ്പെടുമ്പോൾ അവരിരുവരും അവരുടെ ബന്ധുമിത്രാദികൾ മാതാപിതാക്കൾ ഇവിടെ കൂടപ്പെട്ടിരിക്കുന്ന എല്ലാവരും നിത്യതയിൽ കാണപ്പെടട്ടെ എന്ന ആഗ്രഹത്തോടും പ്രാർത്ഥനയോടും കൂടെ ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവം നമ്മേവരെയും അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ. നമുക്കെല്ലാവർക്കും ഒരു നിമിഷം എഴുന്നേറ്റ് നിന്ന് ഒരു പാട്ടിൻ്റെ ഇരടികൾ പാടിക്കൊണ്ട് കർത്താവിന് മഹത്വം കൊടുത്ത് പ്രാർത്ഥിച്ച് ശുശ്രൂഷ അവസാനിപ്പിക്കുക. യേശുവടിസ്ഥാനം ആശയവനിലത്രേ ആശ്വാസത്തിൻ പൂർണ്ണത യേശുവിൽ കണ്ട് ഞാനും ആശ്വാസത്തിൻ പൂർണ്ണത യേശുവിൽ കണ്ട് ഞാനും വെക്കം തൻ മണവാട്ടി ആക്കിയിടു മെല്ലയങ്ങ് വെക്കം തൻ മണവാട്ടി ആക്കിയിടു മെല്ലയങ്ങ് വാക്കുണ്ടെനിക്കു തൻ്റെ നീക്കമേൽ ലതിനൊട്ടും വാക്കുണ്ടെനിക്കു തൻ്റെ നീക്കമേൽ ലതിനൊട്ടും. നമുക്ക് ചേർന്ന് സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. നാം ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തതുപോലെ ഈ ശുശ്രൂഷത്രത്തോളം ദൈവാനുഗ്രഹിച്ച ദൈവസാന്നിധ്യത്തിൽ നടത്തപ്പെടുവാൻ സ്വർഗം പ്രസാദിച്ചതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. ഇന്നേ ദിവസം വിവാഹം നിശ്ചയിപ്പിക്കപ്പെട്ടിരിക്കുന്ന പ്രിയ സഹോദരങ്ങൾ ഇരുവരെയും കർത്താവ് കൂട്ടി യോജിപ്പിക്കണം. കർത്താവിൻ്റെ തൃക്കരം തൊട്ടവരെ അനുഗ്രഹിക്കണം. അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതം ചെയ്യുവാൻ ദൈവം അവരെ ഒരുക്കണം. ആത്മീക ജീവിതം നയിക്കുവാൻ ദൈവം ശക്തി പകരണതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. ഇരുഭാഗത്തു നിന്നും വന്ന കർത്തൃ ശുശ്രൂഷകർ, ബന്ധുമിത്രാദികൾ, ചർച്ചക്കാർ, സകല വിശ്വാസികൾ എല്ലാവരെയും ഓർത്ത് സ്തോത്രം ചെയ്യാം. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഈ ശുശ്രൂഷയിൽ നിന്ന് നാം കാണുന്ന എല്ലാ മുഖങ്ങളും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തിരുസഭയാകുന്ന തൻ്റെ മണവാട്ടിയെ ചേർക്കുവാൻ വരുന്ന സുദിനത്തിൽ എല്ലാവരും ആ നിരയിൽ കാണുവാൻ ഈ മുഖങ്ങളെല്ലാം ഈ ദിവസം കാണത്തക്കവണ്ണം സ്വർഗം കരുണ കാണിക്കണം. അതിനായി ദൈവത്തിൻ്റെ തിരുവചന പ്രകാരം ജീവിപ്പാൻ ദൈവം തരുന്ന ആയുസ് വിലപ്പെട്ടതായി കരുതി ജീവിപ്പാൻ എല്ലാവരെയും ഒരുക്കേണ്ടതിന് സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. തുടർന്നുള്ള എല്ലാ കാര്യങ്ങളിലും ദൈവ സാന്നിധ്യമുണ്ടാകണമെന്നതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. പിതാപുത്രൻ പരിശുദ്ധാത്മാവാ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. സ്തോത്രം സ്തോത്രം. പ്രാർത്ഥിക്കാം. നീതിയും പരിശുദ്ധനുമായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ കർത്താവേ, നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഒരു പകൽക്കാലം കൂടി കർത്താവേ ഞങ്ങൾക്ക് ദാനമായി നൽകിയനായി സ്തോത്രം. ഈ പകൽക്കാലം കർത്താവേ ഞങ്ങൾക്ക് ഒരുമിച്ച് കർത്താവേ ഓഡിറ്റോറിയത്തിൽ വരുവാൻ തക്കോണം സ്വർഗത്തിലെ ദൈവം ഒരുക്കിയ നല്ല അവസരത്തിനായി സ്തുതിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിവാഹ ഉറപ്പിനായി കർത്താവേ ഞങ്ങൾക്ക് കടന്നു വരുവാൻ ദൈവം സഹായിച്ചതിനായി സ്തോത്രം. ഞങ്ങളുടെ എല്ലാവരുടെയും യാത്രയിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇരുന്ന് തക്ക സമയത്ത് കർത്താവ് ഇവിടെ കടന്നു വരുവാൻ ദൈവം കൃപ ചെയ്തതിനായി സ്തോത്രം. ആലോചനയിൽ വലിയവനും പ്രവൃത്തിയിൽ ശക്തനുമായി ഞങ്ങളുടെ കർത്താവ് ആലോചനക്കാരനായി ഞങ്ങളോട് കൂടെ ഇരുന്ന് എല്ലാം ഞങ്ങൾക്ക് നടത്തി തന്ന കൃപകൾക്കായി സ്തോത്രം. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കർത്താവെ ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ നാളുകളെ കർത്താവെ അവർ ദൈവഹിതപ്രകാരം ജീവിപ്പാൻ ദൈവം കൃപ നൽകിയതിനായി സ്തോത്രം. രക്ഷിക്കപ്പെടുവാനും സ്നാനപ്പെടുവാനും പരിശുദ്ധാത്മാവിനെ പ്രാപിപ്പാനും കർത്താവെ ഉപദേശത്തിൽ നിലനിൽപ്പാനും ദൈവം കൊടുത്ത ഭാഗ്യത്തിനായി സ്തോത്രം.
കർത്താവേ, അപ്രകാരം നിൻ്റെ മക്കൾ ജീവിച്ചത് നിമിത്തമായി കർത്താവേ, ദൈവം അവർക്ക് ഏറ്റ സമയത്ത് വിവാഹത്തെ കർത്താവ് ഒരുക്കിയതിനായി സ്തുതിക്കുന്ന കർത്താവേ. കർത്താവേ, ഇതിൻ്റെ ആലോചന മുതൽ കർത്താവേ ഉറപ്പിയൊരു ദിവസം വരെയും ദൈവത്തിൻ്റെ സാന്നിധ്യം കൂടെ ഇരുന്ന് കർത്താവ് സഹായിച്ചതിനായി സ്തോത്രം. കർത്താവിൻ്റെ കൃപയും സാന്നിധ്യവും കർത്താവിൻ്റെ മക്കളോട് കൂടെ ഇരുന്നതിനായി സ്തോത്രം. അവർക്ക് പഠിക്കുവാൻ ആവശ്യമായ ബുദ്ധി, ജ്ഞാനം, കൃപ ദൈവം നൽകിയതിനായി സ്തോത്രം. അവർക്ക് ജോലി നൽകിയതിനായി സ്തോത്രം. മാതാപിതാക്കൾക്ക് കർത്താവെ അനുഗ്രഹമായി കാണപ്പെടുവാൻ ദൈവം കൃപ ചെയ്തതിനായി സ്തോത്രം. കർത്താവെ, സഭയ്ക്കും വിശുദ്ധന്മാർക്കും ദേശത്തിനും മാതൃകയായി മക്കൾ കാണപ്പെടുവാൻ ദൈവം കൃപ ചെയ്യുന്നതിനായി സ്തോത്രം. കർത്താവെ, ഞങ്ങളുടെ കർത്താവെ, വിവാഹ ഉറപ്പീരിനെ ദൈവം നടത്തിയതിനായി സ്തോത്രം. കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിപ്പാൻ ദൈവം കൃപ ചെയ്തതിനായി സ്തുതിക്കുന്ന കർത്താവെ, ഞങ്ങളെ കേൾപ്പിച്ച ദൈവിക ആലോചനയ്ക്കായി സ്തോത്രം. നിത്യമായൊരു വിവാഹം കർത്താവെ, ഞങ്ങളുടെ കർത്താവിനോടുകൂടെയുള്ളൊരു വിവാഹമുണ്ട് എന്നും ആ വിവാഹത്തിൽ കർത്താവെ നിശ്ചയം ചെയ്യപ്പെട്ടവരായവരെ ചേർക്കുവാൻ ഞങ്ങളുടെ കർത്താവ് വെളിപ്പെടുമ്പോൾ കർത്താവ് എല്ലാവരും അതിൽ വെളിപ്പെടുവാൻ തക്കവണ്ണം ഏറ്റതായ ദൈവീയ ആലോചന ഇന്ന് പകൽക്കാലം ഞങ്ങളെ കേൾപ്പിച്ചതിനായി സ്തോത്രം. കർത്താവെ, ഒരു നിർമ്മലമായ ജീവിതം ചെയ്യുവാൻ എല്ലാവർക്കും ദൈവം കൃപ ചെയ്യേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഔവായെ ഉപായത്താൽ വഞ്ചിച്ചതുപോലെ ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകാതെ വണ്ണം എല്ലാവരും സൂക്ഷിക്കപ്പെടുവാൻ ദൈവം കൃപ ചെയ്യേണ്ടതിനായി പ്രാർത്ഥിക്കുന്ന കർത്താവെ, കേട്ട വചനം ആരുടെയും ജീവിതത്തിൽ ശിക്ഷാവിധിക്ക് കാരണമായി തീരാതെ നിത്യരക്ഷയ്ക്ക് കാരണമായി തീരുവാൻ ദൈവം സഹായിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്ന കർത്താവെ, ജൂൺ 8-ാം തീയതിയിൽ കർത്താവെ ഈ വിവാഹം നടത്തപ്പെടുമ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങണമേ കർത്താവേ. അങ്ങയുടെ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കണമേ കർത്താവേ. ഉഭയസമ്മതത്താൽ ഒരു കുടുംബമാക്കി തീർക്കുവാൻ കർത്താവരെ ഒന്നാക്കി തീർക്കുവാൻ ദൈവം കൃപ ചെയ്യുന്നതിനായി സ്തുതിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു ജീവിതം ചെയ്യുവാൻ ദൈവം സഹായിക്കണമേ. ഇരു കുടുംബങ്ങൾക്കും കർത്താവേ, ഇരു സഭകൾക്കും കർത്താവെ അനുഗ്രഹമായിരിക്കാൻ തക്കോണം ദൈവം സഹായിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ദൈവം ചെയ്തു തന്ന എല്ലാ നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കും ഉപകാരങ്ങൾക്കുമായി സ്തോത്രം. ഇനിയും കൃപ പകരേണ്ടതിനായി പ്രാർത്ഥിക്കുന്ന കർത്താവെ, ശുശ്രൂഷയ്ക്കായി അങ്ങയുടെ വിശുദ്ധന്മാരെ ദൈവം അധികാരപ്പെടുത്തിയതിനായി സ്തോത്രം. ഇനിയും കൃപ പകരും തൃക്കരങ്ങൾ സമർപ്പിക്കുന്നു യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ക്രിസ്തുവിൻ്റെ കൃപയും പരിശുദ്ധാത്മാവാൻ ദൈവത്തിൻ്റെ കൂട്ടായ്മയും കാവലും നാം ഏവരോടും സകല വിശുദ്ധ ജനത്തോടും ഇന്നേ ദിവസം വിവാഹം നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന പ്രിയ സഹോദരങ്ങളോടും കർത്താവിൻ്റെ നാൾ വരെ ഇരിക്കുമാറാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. Nobody's growing old together. We've made it easy just to quit. Love has become a negative percentage. Why do we bother to commit? We've got a long list of excuses, ways we try to justify. Well, I propose to you, the truth is, marriage does not have to die. I know you're feeling like it's falling apart, and it can't go on anymore. But God is a God who knows how to heal, so just give it up to the Lord, and He will restore. He said, with this ring I promise, and with I do, she said, forever. But right now, if they're being honest, they don't know if they'll stay together. Let's fast forward to the future. After struggling on their own, they finally figured out they needed Jesus.
Jesus in the middle. Now I'm watching God rebuild their home. I know you're feeling like it's falling apart, and it can't go on anymore. But God is a God who knows how to heal, so just give it up to the Lord, and He will restore. The enemy tries to come and divide, trying to get us to give up the fight, but darkness will always lose out to light, 'cause we've got the power of Christ on our side. I see you growing old together. I pray I find a love like yours.